നമസ്കാരം സുഹൃത്തുക്കളെ. ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾ കേൾക്കുവാനും അറിയുവാനും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വായന കാണുവാനായി ശ്രമിക്കുക. ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് ഏതൊരു തരത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് അതിയായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് അടുത്തിടപഴകാനും നിങ്ങളുടെ അടുത്തേക്ക് വരുവാനും വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ടിൻ ഫ്ലെയിം ജേണിയോ അതോ സോൾമേറ്റോ ആകാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെയധികം ഉയർന്ന രീതിയിലാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉയർന്ന തലത്തിലാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഈ വ്യക്തിക്ക് മുന്നിൽ ഉള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ എല്ലാം. നിങ്ങളുടെ ട്രൂ ഫീലിങ്സിൽ പോലും ഈ വ്യക്തിയുടെ ചിന്തകൾ ഉണ്ടെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി മാത്രമാണെന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യവും തന്നെ താൻ നേടാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത്. നിങ്ങളെ വേണ്ടാന്ന് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ടോ വേറൊരു വ്യക്തിയിലേക്ക് പോകുവാനോ മറ്റാരെയും സ്നേഹിക്കുവാനോ ഈ വ്യക്തി തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജം നിങ്ങളിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അനുഗ്രഹമാക്കി എടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ആർക്കും പറിച്ചെടുക്കുവാനാകുന്ന ഒരു കാര്യമല്ല എന്നും അത് വളരെയധികം സ്വാഭാവികമായി വന്നു ചേരേണ്ട ഒരു കാര്യമെന്നുമാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. തേർഡ് പാർട്ടിയെ ഒഴിവാക്കുവാൻ ഈ വ്യക്തി സ്വയം തീരുമാനിക്കുന്ന ഒരു രീതിയാണ് കാണപ്പെടുന്നത്. തേർഡ് പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുവാൻ ഈ പേഴ്സൺ അതിയായി ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ജീവിതം അത്രമേൽ നല്ലതല്ല എന്നുമുള്ള ഒരു തിരിച്ചറിവും ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രമാത്രം പോസിറ്റിവിറ്റി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള അമിതമായ ചിന്തകൾ എത്രയും പെട്ടെന്ന് രൂപകൽപ്പന ചെയ്യുവാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നും ഏത് സാഹചര്യത്തിലാണെന്നും എവിടെയായിരിക്കും നിങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു വെപ്രാളവും ആവലാതിയുമാണ് ഈ വ്യക്തിക്കുള്ളത്. കാരണം ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ പോയപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ പൂർണ്ണമായും മറന്നുപോയോ, വേണ്ടായെന്ന് വെച്ചോ, ഉപേക്ഷിച്ചോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പേഴ്സന്റെ മനസ്സിൽ ഭയപ്പെടുത്തുന്ന ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഈ വായന കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു പോസിറ്റീവായ മാറ്റം വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ വേണ്ടായെന്ന് വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.
നിങ്ങളെ ചതിക്കേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ പേടിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഏതോ ഒരു സാഹചര്യങ്ങളിൽ തനിക്ക് അങ്ങനെ ചെയ്തു പോകേണ്ടി വന്നു എന്നും അതൊരബദ്ധമായി പോയി എന്നും നഷ്ടമായ കാര്യമായിരുന്നു എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. എല്ലാ തെറ്റുകളും ഈ പേഴ്സണാണ് ചെയ്തത്. അത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം. നിങ്ങളുടെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുമുള്ള തെറ്റുകൾ ഉണ്ടായിട്ടില്ല എന്നും ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇവിടെ കാലചക്രം അനുകൂലമാകുമ്പോൾ എല്ലാ കാര്യവും അനുകൂലമായി വരുമെന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ള സന്തോഷത്തിന്റെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആ നിമിഷത്തെക്കുറിച്ച് ഈ വ്യക്തി ഓർക്കുകയാണ്. തനിക്ക് എങ്ങനെ തോന്നി അങ്ങനെ ചെയ്യുവാൻ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു. അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ട് തനിക്ക് എന്ത് നേടി, താൻ എന്ത് നേടി, തനിക്ക് എന്ത് കിട്ടി എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്. കാരണം ഈ പേഴ്സൺ അറിയാം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ അത്ര നല്ലതല്ല എന്നും മോശപ്പെട്ട കാര്യങ്ങളാണ് എന്നും ഈ പേഴ്സൺ തിരിച്ചറിയുന്നു. നിങ്ങളുമായി വേർപിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകുമെന്നും തൻ്റെ പോസിറ്റീവായ ജീവിതം നശിച്ചു പോകുമെന്നും ഈ വ്യക്തി തിരിച്ചറിഞ്ഞു. എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമായി അവയെല്ലാം പരിശ്രമിച്ചു നോക്കി. പല രീതികളും ചെയ്തു മനസ്സു മാറാൻ, മനസ്സിന് സന്തോഷം കിട്ടാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി. എന്നാൽ അതിലൊന്നും ഈ വ്യക്തിക്ക് തൃപ്തിപ്പെടാനോ അതിലൂടെ മനസ്സു മാറ്റുവാനോ തയ്യാറാകാൻ സാധിച്ചില്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് എന്നുള്ള സത്യം ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തെറ്റായ വിചാരങ്ങൾ ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ചില കൈപ്പേറിയ കാര്യങ്ങൾ വന്നു ചേർന്നത്. എന്തായാലും ചില തീരുമാനങ്ങൾ ഈ വ്യക്തിയുടെ ചില തീരുമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവയെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കണം എന്നുള്ളതാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലും മറ്റുള്ളവരുടെ ഭയങ്കരമായിട്ടുള്ള കാപട്യ മുഖങ്ങളും കണ്ട് ഈ വ്യക്തിക്ക് മടുത്തിരിക്കുന്നു. ഈ വ്യക്തി ഇപ്പോഴും ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായി തുടങ്ങിയിരുന്നത്. ആ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാനോ മറികടക്കുവാനോ തനിക്ക് സാധിച്ചില്ല എന്നുള്ള രീതിയിൽ തന്നെ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ വെളിച്ചം വന്നു ചേരുക എന്ന് പറയുന്നത് അത്ര രസകരമായിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിച്ചു തുടങ്ങി. തൻ്റെ ശ്രമങ്ങൾ വിജയിക്കുമെന്നുള്ള സത്യത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് പോലും മനഃപൂർവ്വമാണ്. ഈ വ്യക്തിക്കറിയാം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തുള്ള പേടി ഈ വ്യക്തിക്ക് നന്നായുണ്ട്. ആ പേടി ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും പുറകിലേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുറകിലേക്ക് പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോടുള്ള ഭയം കൊണ്ടാണ്. എന്തു തന്നെയായാലും നിങ്ങളോടിപ്പോൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത്. ഇത് നിങ്ങളോട് ചെയ്ത പ്രവർത്തികൾക്കുള്ള തിരിച്ചടിയായി നമുക്ക് കണക്ക് കൂട്ടാം. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ആ പോസിറ്റീവിൽ വളരെയധികം പൂർണ്ണ ശോഭയോടെ തിളങ്ങി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ നിങ്ങളും ഉണ്ടാകണം എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്. എന്തു തന്നെ ആയാലും ഈ വ്യക്തിയുടെ കൈ കോർത്ത് ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾ തന്നെ മാത്രം മതി എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്നും സന്തോഷം കൊണ്ടുവന്നുവെന്നും വിശ്വസിക്കുന്നു. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.